നമ്മുടെ നാട്ടിൽ തയ്യൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷേ തയ്യൽക്കാരൻ നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്ന ഒരു തയ്യൽക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് വ്യത്യസ്തനായിട്ടുള്ളൊരു തയ്യൽക്കാരനാണ്. എന്താ വെച്ചാൽ കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയാണ് ഹംസ. ഹംസക്ക തയ്ക്കുന്നതിൽ ഭൂരിപക്ഷവും പോലീസുകാരുടെ യൂണിഫോമാണ്. നമുക്ക് ആദ്യം ഹംസക്കയുടെ തയ്യൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 80കളുടെ തുടക്കത്തിലാണ് ഹംസ മേൽപ്പറമ്പിൽ തയ്യൽ കട തുടങ്ങുന്നത്. എല്ലാതരം വസ്ത്രങ്ങളും തയ്പ്പിച്ചു നൽകിയിരുന്ന തയ്യൽ കടയ്ക്ക് കാക്കി നിറം കൈവന്നത് കാസർഗോഡ് ടൗൺ എസ് ഐ ആയിരുന്ന നാരായണൻ യൂണിഫോം തയ്ക്കാൻ വന്നതോടെയാണ്. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ഹംസക്ക തയ്ച്ചത് ആയിരക്കണക്കിന് കാക്കി കുപ്പായങ്ങളാണ്. കുറച്ച് ക്വാളിറ്റി കൊടുക്കണമെന്ന് ആടുന്ന് പഠിക്കുമ്പോൾ തന്നെ മാഷ് പറഞ്ഞു, എന്ത് സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കസ്റ്റമർ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നെ കുറച്ചിങ്ങനെ പോയപ്പം ഒരു പോലീസ് ഓഫീസർ, അയാളുടെ പേര് നാരായണൻ എന്നാണ്, എനിക്കൊരു യൂണിഫോം തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. എങ്കിലും എൻ്റെ സഹപ്രവർത്തകരെ വർക്കേഴ്സോട് ചോദിച്ചപ്പം അത് ചെയ്യാമല്ലോ, നമുക്ക് അവരെല്ലാം സ്റ്റിച്ച് ചെയ്തല്ലേ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ യൂണിഫോമിലെ തുടക്കം. ഇപ്പോൾ എല്ലാ ജില്ലയിലും ഞാൻ ഏകദേശം എല്ലാ ജില്ലയിലും മിക്ക ഓഫീസേഴ്സിൻ്റെ തയ്ച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് നല്ല സപ്പോർട്ടാണ്. തുണി മുറിക്കുന്നതിലും കൃത്യതയോടെ തയ്ക്കുന്നതിനുമുള്ള മികവ് ഹംസയ്ക്ക് ഗുണമായി. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ DIG വരെ ഹംസക്കയുടെ മുന്നിൽ അളവെടുക്കാൻ നിരന്നു. കാക്കി തയ്ച്ച് അണിയാൻ തോന്നിയോ എന്ന ചോദ്യത്തിന് ഒരു ചെറു ചിരിയോടെയാണ് മറുപടി. എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മക്കളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അതങ്ങനെ തയ്ച്ചിട്ടിട്ടും ഇതൊക്കെ ആക്കി കളിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കാണെങ്കിൽ ഭയങ്കര താല്പര്യമുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ദൈവത്തിൻ്റെ വിധി പോലെ വരും, എന്താണെന്നറിയില്ല. യൂണിഫോമിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നത് ബംഗളൂരുവിൽ നിന്ന്. 10ലേറെ തൊഴിലാളികൾ ഇപ്പോൾ ഹംസയുടെ കീഴിലുണ്ട്. എല്ലാത്തിനും ഹംസയുടെ മേൽനോട്ടമുണ്ടാകും. മറ്റ് സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും ഇവിടെ തയ്ച്ചു നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഹംസക്കയുടെ എന്താണ് ഈ പ്രത്യേകത എന്നുള്ളതാണ് അറിയേണ്ടത്. സാരംഗ് നമുക്കൊപ്പമുണ്ട്. സാരംഗ്, ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പോലീസുകാരുടെ യൂണിഫോം മാത്രം തയ്ക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളത്. എങ്ങനെയാണ് അദ്ദേഹം ഇത്ര കാലമായിട്ട് ഇങ്ങനെ പോലീസുകാരുടെ യൂണിഫോമിനിടയിൽ മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ഈ കൃത്യനിർവഹണം, ഈ ജീവിതം തുടങ്ങിയിട്ട്? ഒരു ടൈലറിംഗ് ഷോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു സങ്കല്പമുണ്ട്. കുറച്ച് സ്കൂൾ യൂണിഫോമുകൾ, അതുപോലെ തന്നെ കല്യാണ വസ്ത്രങ്ങൾ, മറ്റ് അത്തരത്തിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് സ്കൂൾ തുടങ്ങാൻ പോകുന്ന സമയമാണ്. സ്കൂൾ യൂണിഫോമുകളുടെ കൂമ്പാരമാണ് സാധാരണ ഒരു തയ്യൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു പോലീസ് അക്കാദമിയിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാമ്പിൽ പോയൊരു അനുഭവം നമുക്ക് തോന്നാം. അത്രയും കാക്കി കുപ്പായങ്ങൾ നിരന്നു നിൽക്കുകയാണ്. ആ കാണുന്ന കുപ്പായങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ആ റാക്കുകളും അതുപോലെ തന്നെ അവിടെയുള്ള ഹാങ്ങറുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ട് DIG വരെയുള്ള ഉദ്യോഗസ്ഥരുടെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ യൂണിഫോമുകൾ കൃത്യമായിട്ട് അവിടെയുണ്ട്. മാത്രമല്ല, കേരളത്തിലെ സായുധ പോലീസ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ വിഭാഗങ്ങളുടെയും മുഴുവൻ ഗ്രൂപ്പുകളുടെയും മുഴുവൻ ബറ്റാലിയനുകളുടെയും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ബാഡ്ജും എംബ്ലങ്ങളും അടക്കമുള്ള സാധനങ്ങളുടെ കൃത്യമായ ഒരു ശേഖരണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ആവശ്യങ്ങളാണ്. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ദിവസം ഹംസക്ക പറയുന്നുണ്ട് നമ്മളോട്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്രയോ ആളുകളുടെ ഒരു വലിയ ഒരു ബൾക്ക് ഓർഡർ എടുത്ത് അതിനുള്ള തുണി കൊണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ അളവെടുക്കാൻ പോയി ചിത്രങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലടക്കമുള്ള അതല്ലെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് യൂണിഫോം സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഹംസക്ക എന്ന് പറയുന്ന ആൾ. സാധാരണക്കാരനാണ്. ദുബായിൽ നിന്ന്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദുബായിൽ നിന്ന് തൻ്റെ അമ്മാവൻ്റെ കടയിൽ നിന്ന് ജോലി പഠിച്ചെടുത്ത് ചെറിയ തോതിൽ നാട്ടിൽ വന്ന സമയത്ത് നാട്ടുകാരൻ കൂടിയായിട്ടുള്ള, കാസർഗോഡ് മേൽപ്പറമ്പുകാരൻ കൂടിയായിട്ടുള്ള കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ പഴയ ഇൻസ്പെക്ടർ ഇത്തരത്തിൽ തൻ്റെ യൂണിഫോം ഒന്ന് തന്നോട് തുന്നിത്തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും അതിനെ തുടർന്ന് അത് അടിച്ചു കൊടുത്ത സമയത്ത് ആ യൂണിഫോം പെർഫെക്റ്റ് ആണെന്നുള്ളൊരു അഭിപ്രായം അത്തരത്തിൽ ഈ പറയുന്ന നാരായണൻ സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് പിന്നീട് പോലീസുകാരുടെ ഇടയിൽ വ്യാപിച്ചു. ഞാൻ ആ പട്ടിക നോക്കി. അവർക്ക് ഇനി അടിച്ചു നൽകാനുള്ള ഓർഡറുകളുടെ ഒരു പട്ടിക നോക്കിയ സമയത്ത് എൻ്റെ നാട്, അതുപോലെ തന്നെ എൻ്റെ നാടടങ്ങുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞു. കാരണം